അമ്മയുടെ മക്കൾക്കുള്ളത് കൈക്കെടുക്കട്ടെ കേട്ടാ. ഇവിടെ തന്നെ ആക്കാന്ന് വിചാരിച്ചു. അതന്നെ ഒന്നിൽ നിന്ന് തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞത് ഇവിടെ വരെ എത്തിയിരിക്കും. കുട്ടൻ കണ്ടോ പുല്ലിൽ കിടന്ന് നടക്കുന്നുണ്ട്. മോൻ വന്നിട്ടുണ്ടേ. അപ്പൊ പിന്നെ എന്താ പറയാ, 3 എണ്ണമുള്ളൂ അല്ലേ ചേട്ടാ? പക്ഷെ ഉള്ളത് നല്ല കൊള്ളി, നല്ല വണ്ണുണ്ട് ചെറുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാ. ആയോട്ടാ. ഞാനേ നമുക്ക് കാലത്തൊരു ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിത്യവേദനയെ പൊട്ടിക്കാൻ വേണ്ടി രാവിലെ തന്നെ ഇങ്ങോട്ട് പോന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇത് പൊട്ടിച്ച് വേഗം അടുക്കളയത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് തന്നെയായിട്ട് വരിക. ഇന്ന് നമ്മുടെ ഈ പറമ്പിലാണ് നമ്മുടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. എന്നു പറയണ പോലെ നിത്യവൈദ്യനിക്ക് ഇപ്പം നമ്മുടെ കറിയിലുണ്ട് കേട്ടാ. അപ്പം നോക്കിയേ, ഞാനത് ഇത്രയും നിത്യവൈദ്യനിക്ക് പൊട്ടിച്ചു കൊടുത്തുട്ടാ. അപ്പം ഇനി ഇത് വേഗം കൊണ്ട് കറി വെച്ചിട്ട് വേഗം ഇങ്ങോട്ടാണ് വരാം. നമ്മുടെ ചെണ്ടുമല്ലി നോക്കിയേ, എന്ത് ഭംഗിയായിട്ട് നിൽക്കണേ. നല്ല കുറ്റി ചെടിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇത് അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ട് തന്നെയാണ് അങ്ങോട്ട് പോന്നിട്ടുള്ളത്. കാരണം കുറച്ച് സമയം കൂടുതൽ പണിയാനുള്ള പണിയുണ്ട്. പക്ഷേ ആയിട്ട് അവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട് പണി. അപ്പം ഞാനും കൂടി നിൽക്കാന്ന് വെച്ചിട്ടാണ് പോന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എത്തി ഞാൻ നമ്മുടെ നിത്യവൈദ്യനെ പൊട്ടിക്കുമ്പോൾ പറഞ്ഞോളൂ ഈ പറമ്പിലേക്ക് തന്നെ ഇനി വരണം എന്നുള്ളത്. അപ്പം അതായത് ഷായിൻ്റെ കൂടെ നിൽക്കാന്ന് വെച്ചിട്ടോ. ചേട്ടന്നാ വെള്ളം ദാഹിക്കുണ്ടല്ലേ. ഷൈട്ടൻ കുറേ നേരമായിട്ട് നേരത്തെ ഇറങ്ങി ഷൈട്ടൻ ഇങ്ങോട്ട്. ഇന്ന് എന്തായാലും ഞങ്ങൾ ഈ ഒരു ഭാഗം ഫുള്ള് വൃത്തിയാക്കിയിരിക്കും. കാരണം കുറേ ദിവസമായി ഇത് മത്തില്ല. കാരണം നമ്മളിവിടെ എങ്ങനെ വൃത്തിയാക്കാണ്ടിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒരു കാട് നിർത്തണേ ഇല്ല. ഞാനും ചെറുതായിട്ട് ഇവിടെ നിന്ന് ചെത്തട്ടെ ചേട്ടാ. ഈ ഭാഗത്തുനിന്ന് അവിടെ ഞാനാക്കാം കൂടുതലുള്ളടത്ത് ചെത്താനായിട്ട് എനിക്കിഷ്ടാട്ടാ. എനിക്ക് എന്താ പറയുക, ബാക്കിയുള്ളതിനേക്കാളൊക്കെ ഇഷ്ടം എൻ്റെ ഈ കുഞ്ഞിക്കൈക്കോട്ട്. നല്ല സുഖം ചെറുതായിട്ട് ഇങ്ങനെ ചെത്തി നീക്കാനായിട്ട്. ഞാനും തുടങ്ങട്ടെ ഇനി പതുക്കെ. കാരണം ഷായിട്ട് തന്നെ നിൽക്കുമ്പോഴേ ഒന്നാമത് ഷായിട്ട് പണിയുണ്ട്. അതിൻ്റെ ഇടയിൽ സമയം കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ ഈ കാട് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ കിടുന്നത്. പിന്നെ മത്തി അപ്പോൾ ഒപ്പം നിന്നാൽ വേഗം കഴിയുമല്ലോ. അതെ പച്ചമുളകിന്റെ കടകളുണ്ടാവും ഇടയിലല്ലേ. അത് നിർത്തണ്ട. പച്ചമുളക് പൊട്ടിച്ചോളാൻ പറയുന്നുണ്ടെങ്കിൽ
കാര്യം പറയാട്ടാ, പലർക്കും തോന്നാം ഇവരെന്തിനാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന്. ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല കേട്ടോ, ഇതൊക്കെ നമ്മുടെ സന്തോഷങ്ങളാണ്, നമ്മുടെ ഇഷ്ടങ്ങളാണ്. കാരണം ഞങ്ങളോട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ രണ്ടുപേരും എന്താണ് എപ്പോഴും ഈ പറമ്പിൽ അത് ചെയ്ത് ഇത് ചെയ്ത് ഇങ്ങനെ നിൽക്കണേന്ന്, ഒന്ന് റെസ്റ്റ് എടുത്തുകൂടെയെന്ന്. പക്ഷെ അതൊക്കെ നമ്മളോട് വേണ്ടപ്പെട്ടവരാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറയാറുണ്ട്, ഇത് നമ്മുടേതായ ഒരു ഇഷ്ടം അത്രയെന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പറയാണ്, നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ പറമ്പിൽ നമ്മൾ തന്നെ കളപ്പുല്ലൊക്കെ ചെത്തി മണ്ണൊക്കെ കൊത്തി ഇളക്കി അതിൽ നിന്ന് കിട്ടുന്ന വിളവ്, നട്ടുണ്ടാക്കുമ്പോൾ കിട്ടുന്ന വിളവുണ്ടല്ലോ, ആ ഒരു സന്തോഷം ഒരു പക്ഷെ നമുക്ക് വേറൊരാളെ നിർത്തി ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ആ പൊട്ടിച്ച് കിട്ടുമ്പോൾ ഈ ഒരു സന്തോഷം അതിൽ കിട്ടണില്ല. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ തന്നെ നമ്മുടെ പറമ്പൊക്കെ കൊത്തി ഇളക്കണതും പുല്ല് ചേർത്തണതും ഒക്കെ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഷായറിൻ്റെ കൂടെ നിൽക്കുന്ന ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് എപ്പോഴും ഒരു കൂടുതൽ സന്തോഷം കിട്ടാറ്. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ളിടത്തോളം കാലം ഇങ്ങനെ തന്നെ പോട്ടെ. നമ്മുടെ പഴയ പച്ചമുളകിൻ്റെ കട നോക്കിയേ, ഇതൊക്കെ വൃത്തിയാക്കണം. ദേ ഒരു കായക്കൊല വെട്ടാറായതാ. ഒരുവിധം കാട് ഈ ഭാഗത്തേക്ക് ഒന്ന് ഒതുങ്ങിയിട്ട് കണ്ട. ഇവിടെ ഒരു കുഴിയാ, ഇതൊക്കെ ചെത്തിയിടാൻ പുല്ല്, അപ്പം ഒന്ന് തോർന്നോളൂ ശരിക്കും. ഈ ഒരു സൈഡില് വലിയ കുഴികളുണ്ടല്ലോ, അപ്പൊ ആ പുല്ലൊക്കെ വഴുതി കുഴിക്ക് നമുക്ക് ആ ചെത്തിയതൊക്കെ പൊടിക്കിടാം. കണ്ടാ ഞാൻ നിൽക്കും വേണ്ട കുഴി കണ്ടാ, അപ്പോൾ കണ്ടമാനം വരും ഇവിടേക്കിട. ഇവിടെ പേളിക്കുട്ടി തെങ്ങിൻ്റെ കട മാന്തി തുടങ്ങിയല്ലോ.
ഞാനിപ്പോൾ വെറുതെ ഇരിക്കണമൊന്നുമില്ല, ഞാനിവിടെ എങ്ങനെയാണ് മാന്തിരാന്ന് പറയണ പോലെ ദേ. പിന്നെ ഇങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളും ഈ സ്വഭാവം തന്നെ കാണിക്കാതിരിക്കുക. അവർക്ക് ഈ കുഴിയെടുക്കലില്ല പണി. നോക്കിയേ, അവള് മാന്തി അപ്പോഴേക്ക് ടൈസം വന്നു. കണ്ടോ, അവള് മാന്തിയിട്ട് വേഗം കുഴിയില്ല കിടന്നു. ടൈസം വന്നോടുകൂടി ഇല്ല ടൈസും കൂട്ടാ ഷായിട്ട് കളിക്കണോടത്തേക്ക് പോയിരുന്നു കേട്ടാ. എനിക്കിവിടെ കളിക്കണം. ഇവനാണെങ്കിലേ സമ്മതിക്കില്ല, ഇങ്ങനെ തൊട്ട് നിൽക്കേ. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് പേളിക്കുട്ടി. പിന്നെ നീങ്ങിയിരിക്കും. ഇവൻ അങ്ങനെയല്ല, അവനും നമ്മുടെ അടുത്ത് മുട്ടിയിരിക്കണം. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. ചെല്ലേ ഷായിട്ട് നല്ല കളിക്കണോടത്ത് പോയിരുന്നു കേട്ടാ. ഞാനിവിടെ വൃത്തിയാക്കട്ടെ കേട്ടാ. നമ്മുടെ കൊള്ളിത്തറി ഇത് കുത്താളതാണ് നമുക്ക്. അപ്പോൾ അപ്പുറത്തെ ഒരു ഉപയോഗമില്ലാത്തൊരു പറമ്പ് എടുക്കുന്നുണ്ടേ. ആ പറമ്പിൻ്റെ അവിടെ നിന്ന് കുറേ പടർന്നിട്ട് ഇങ്ങോട്ട് വരികയാണ്. നമുക്ക് ഇവിടെ തന്നെ കുത്തി കൊടുക്കാനുള്ളത്. ഒരുവിധമായിട്ട് ഞങ്ങളതേ അവിടെ നിന്ന് ഇവിടെ വരെ എത്തിച്ചു. എത്ര സ്ഥലം കഴിഞ്ഞേ? ഇനി ഈ കൊള്ളിത്തറീനെ ഇവിടെ നീക്കാൻ മാത്രമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒതുക്കി ചെത്താൻ പറ്റുള്ളൂ. ഇതൊക്കെ നമുക്ക് പന്തലിടാൻ വേണ്ടിയിട്ടുള്ളതാ, ചെറുതുകൾ നമ്മൾ വെച്ചിട്ടുള്ളത്. അത് ഈ ചെത്തിയതേ നമ്മൾ പുല്ല് കുടഞ്ഞിട്ട് എടുക്കും. അപ്പം മണ്ണ് അവിടെ തന്നെ പെടുകയും ചെയ്യും. പുല്ല് നമുക്ക് നേരെ അവിടെ ഒരു കുഴിയുണ്ട്, അതിലേക്ക് എടുത്തിടണം. പേളിക്കുട്ടിയെ ടൈസം പോയാ? ഇല്ലല്ലേ, ടൈസം പാവം നീങ്ങി കിടന്നു. ഈ കൊള്ളിത്തറിയില്ല ഷൈട്ടാ, ഇവിടെ കുത്തിയിരുന്നിരുന്ന് വേര് പിടിച്ചു തുടങ്ങി. നമ്മൾ നടാറാകുമ്പോഴേക്കും അവർ വേര് പിടിച്ചു തുടങ്ങി. നമ്മുടെ പറമ്പ് വൃത്തിയാക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനിതാ നമ്മുടെ വീട്ടിലത്തെ പറമ്പിലേക്ക് ഒന്ന് പോന്നിട്ടുണ്ട്. അത് വേറെ ഒന്നല്ല, നമ്മുടെ പണി സ്ഥലത്ത് കുട്ടികൾക്ക് കുറച്ച് പേര് വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വഴുതിനങ്ങ ഉണ്ടെങ്കിൽ ചേച്ചി ഞങ്ങൾ കൊണ്ടുപോകാന്നുള്ളത്. അപ്പോൾ അത് പൊട്ടിക്കണം. പിന്നെ വേപ്പിലേക്കും കൊണ്ടുപോകാറുണ്ട് അവർ. അപ്പോൾ അതൊക്കെ ഇന്ന് അവർ ഇന്ന് പെട്ടെന്നാണ് പോണത് വേഗേ. അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നല്ല വെയിലുണ്ട് ഇപ്പോൾ. നോക്കിയത് നമ്മുടെ കറുപ്പ് വഴുതിനങ്ങയമ്മേ. ഓ, വെയിലൊന്ന് മങ്ങി. അപ്പോൾ നല്ല സുഖം ഉണ്ടോ. ഈ കറുപ്പ് വഴുതിനങ്ങയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഭയങ്കര ഒരു തിളക്കം പോലെയാ. കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ലൊരു തിളക്കം.
നന്നായിട്ടുണ്ടാവും ഈ കറുപ്പ് വഴുതനങ്ങ. കറുപ്പ് വഴുതനങ്ങ മാത്രമല്ല കേട്ടോ, നമ്മുടെ അവിടുത്തെ എല്ലാ വഴുതനങ്ങയും മേലെടുത്ത് നന്നായിട്ടുണ്ടാവാറുണ്ട്. അത് മാത്രമല്ല ഈ ഒരു കട എന്ന് പറയുന്നത് ഇപ്പോൾ 2 കൊല്ലത്തി നിൽക്കുന്ന വഴുതനങ്ങയുടെ കടയായിട്ട് അങ്ങനെയുണ്ട്. മഴക്കാലത്തൊന്നും വെള്ളം വന്നിട്ടൊന്നും ഇവരൊന്നും പോയില്ല. ഇത്തിരി വാട്ടം പോലെ വന്നു. അപ്പം ഞാൻ വിചാരിച്ച് പോവാമോന്ന് വിചാരിച്ചു, പക്ഷെ പോയില്ല. പിന്നെ നമ്മുടെ മല്ലിയില്ല കേട്ടാ, ആഫ്രിക്കൻ മല്ലിയല്ലത് ഉണ്ടോ, നമുക്ക് സാധാരണ മല്ലിയിലയുടെ അതേ ടേസ്റ്റും മണമൊക്കെ നമ്മുടെ ഈ ഒരു മല്ലിയിലേക്കും കിട്ടും. രണ്ട് മൂന്ന് തരം വഴുതനങ്ങ തന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ നിൽക്കുന്നുണ്ട് നമുക്ക്. കണ്ടോ, നല്ല നീളമുള്ള നല്ല ഭംഗിയാണ് കാണാൻ. നോക്കിയേ, പിന്നെ ഈ വഴുതനയ്ക്ക് വേറൊരു പ്രത്യേകത എന്താണെന്നറിയും, കണ്ട താഴത്തുനിന്ന് തന്നെ ഉണ്ടാവും ചെയ്യും. അങ്ങനെയുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, 2 വർഷം എത്തിയിട്ട് നിൽക്കണ ആ കടയമയാണ് ഇത്രയും താഴത്തുനിന്ന് അയാൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. സാധാരണ ഇപ്പോൾ 2 കൊല്ലമൊക്കെ എത്തിയിട്ടുള്ള വഴുതനങ്ങയുടെ കടയമൊന്നും ഇങ്ങനെ താഴത്തുനിന്ന് തന്നെ ഉണ്ടാവില്ല. ഇതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പുതിയ കടയമൊക്കെയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും. അയ്യോ, പുറത്തേക്ക് തെറിച്ചു പറഞ്ഞു. ഇതൊന്നും ഇപ്പോൾ പൊട്ടിക്കണില്ല കേട്ടോ, ഇതൊക്കെ ഇനിയും കുറേ കൂടി വലുതാവേ. രണ്ട് മൂന്ന് തരം വഴുതനങ്ങ ഉണ്ടെന്ന് പറഞ്ഞാല്, കറുപ്പ് വഴുതനങ്ങ, പിന്നെ ഇതാണ് കേട്ടോ വേറൊരു തരം ഉള്ളത്. ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ 3 തരം വഴുതനങ്ങ നിൽക്കേണ്ടത്. അതിലത്തെ 3ാമത്തെ ഒരു തരം എന്ന് പറയുന്നത് ഇങ്ങനത്തെ കണ്ടോ, ഈ ഒരു ടൈപ്പ്. ഇതിമേ അതെ കേട്ടോ, നന്നായിട്ടുണ്ടോ. ഇതും അതേപോലെ തന്നെ. ഇത് 2 വർഷമല്ല, അത് ഇതിനും കൂടുതലായിട്ടുണ്ട് ഈ ഒരു വഴുതനങ്ങ കടവിടെ. ഓരോ വഴുതനങ്ങൾക്കും ഓരോ തരം ടേസ്റ്റാട്ടാ, വ്യത്യാസമുണ്ട്. ടേസ്റ്റിന് ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നോക്കിയേ കണ്ടോ, നമുക്ക് ഇത്രയും വഴുതനങ്ങ നമ്മൾ പൊട്ടിച്ചെടുത്തു. ഇനി നമുക്ക് അവിടെ അറ്റത്ത് നല്ല നീളമുള്ള വഴുതനങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നോക്കിയാൽ നമ്മൾ പറയാറില്ലേ, വഴുതനങ്ങ തൈകളൊന്നും നമ്മൾ വിത്തായിട്ടൊന്നും എടുത്ത് വയ്ക്കാറില്ല. നമ്മളിവിടെ കൊത്തി കളിച്ച് തുടങ്ങുമ്പോൾ നമുക്കിവിടെ തന്നെ തൈകൾ മുളയ്ക്കാറ് പതിവെന്ന്. ഇതേ നോക്കിയാൽ ഈ നിൽക്കുന്ന മുഴുവൻ വഴുതനങ്ങ തൈകളാണ്. കാരണം ഒരു വഴുതനങ്ങ പഴുത്തോട് വീണെടുക്കേണ്ടത് അങ്ങനെയാണ് കേട്ടോ ഇത് മുളയ്ക്കുന്നത്. അതേപോലെ തന്നെ നോക്കി ഇപ്പുറത്തെ തൈകളും തീ കാണുന്നത് മുഴുവൻ വഴുതനങ്ങ തൈയാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു 3 തരം വഴുതനങ്ങ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ തൈകൾ നമുക്ക് ഇവിടെ തന്നെ കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഇത് നോക്കിയാൽ പുതിയൊരു കുക്കമ്പർ കേട്ടോ, നമ്മളിപ്പോൾ നട്ടിട്ടുള്ളതാണ്. ഇനി പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടോ, താഴേന്ന് തന്നെ ഉണ്ടായി തുടങ്ങും. ഇപ്പം നമ്മളിതൊരു വടി വെച്ചിട്ട് ഞാൻ അങ്ങനെ പൊക്കി കൊടുക്കൂട്ടാ, അപ്പോൾ ഇതിങ്ങനെ നിൽക്കും. അപ്പോൾ അതേപോലെ ഇതിൻ്റെ ഓരോ എക്കില്ല, ഇപ്പോൾ തലഭാഗത്തേക്ക് നോക്കിയറിയാം കണ്ടോ ഉണ്ടാവണത്. ഈ എക്കിലൊക്കെയും അതേപോലെ നോക്കി കഴിഞ്ഞാൽ ഇപ്പുറത്തായാലും കടയുമ്പോൾ കണ്ടോ, ഇതൊക്കെ കണ്ടോ. ഈ ഒരു ഇപ്പോൾ നമ്മളിവിടെ വെച്ചിട്ടുള്ള ആകെ 2 കട വെച്ച് കൊടുത്തുള്ളൂട്ടെ. നമ്മൾ പറയാറുണ്ട് നമ്മൾ കൂടുതലൊന്നും കുറേ 6-7 തൈയൊന്നും വയ്ക്കില്ല, 2 കട വെച്ച് കൊടുക്കും. ആ കടയുമെന്നാണ് നമുക്ക് ആവശ്യത്തിനുള്ള കുക്കമ്പർ നമുക്ക് പൊട്ടിക്കാൻ കിട്ടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ വഴുതനങ്ങ പൊട്ടിക്കാം. നല്ല വെയിലിന് ചൂട്. ഞാനേ ഒരു കാര്യം കാട്ടിയതാ കേട്ടാ.
ഈ ഒരു വെണ്ട നോക്കിയേ, ഈ വെണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഴക്കാലത്ത് നട്ടു കൊടുത്തായിരുന്നു, ഉണ്ടാവുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇങ്ങനെ മഴയൊക്കെ കുറഞ്ഞപ്പോഴേ നല്ല ഉഷാറില്ല, ആകെപ്പാട് ഉണ്ടായി കിട്ടിയത് ഒറ്റൊരു കടയെ കിട്ടിയുള്ളൂ. ബാക്കി നമ്മൾ നട്ടതൊക്കെ നാശമായിപ്പോയി. ആ ഒരു കടയമ്മ നോക്കി ഉണ്ടായിട്ടുള്ള വെണ്ടക്കായ, നല്ല നീളമുള്ള വെണ്ടക്കായ. അപ്പം ഞാൻ നിർത്തി നോക്കണുണ്ട്, നന്നായി ഉണക്കി ഇട്ട് നോക്കി നോക്കണം എന്ന് വെച്ചിട്ടുണ്ട്. കാരണം മഴേനെ അതിജീവിച്ച് വന്നിട്ടുണ്ടായി കിട്ടിയതല്ലേ, അത് കാരണം. നമ്മുടെ ഈ ഒരു വഴുതിരിങ്ങ കടേനെ അറിയാലോ, കഴിഞ്ഞ വർഷം നല്ല നീളമുള്ള വഴുതിരിങ്ങ, 1.5 അടി നീളം വരും ഈ വഴുതിരിങ്ങ. ഈ വഴുതിരിങ്ങ നമ്മുടെ മഴക്കാലത്ത് എന്താ പറയുക, മഴക്കാലത്ത് നമുക്ക് പൊട്ടിക്കാൻ കിട്ടി. പക്ഷേ ആ ഉറു പിടിച്ചിട്ട് മണ്ണിൽ ഇങ്ങനെ നമുക്ക് അറിയാമല്ലോ വെള്ളം കയറുമ്പോൾ, അപ്പോൾ ആ ഉറു പിടിച്ചാൽ ഇങ്ങോട്ട് അതിജീവിച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അത്യാവശ്യം മണ്ണൊക്കെ കടക്കിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ നീളം ആയിട്ടില്ല, പക്ഷെ ഉള്ളതിനെ പൊട്ടിച്ചെടുക്കട്ടെ, കടേനെ കളയണില്ല. ഇവരവിടെ നിർത്തി ഉഷാറാക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിമ ഒരു 5-6 എണ്ണമൊക്കെ ഉണ്ട്, അതൊക്കെ പൊട്ടിച്ചെടുക്കട്ടെ. അപ്പം നോക്കി, നമ്മളൊരു 4 തരം വഴുതിരിങ്ങയാണ് നമ്മളിന്ന് പൊട്ടിച്ചെടുത്തത് കേട്ടോ. ഇതാണ് ഒരു തരം, ഇതൊരു തരം, ഇത് വേറെ, ഇതൊന്ന്, ഇത് 2, ഇത് 3, ഇത് 4. അപ്പോൾ നോക്കിയേ, നമ്മൾ ഇത്രയും വഴുതിരിങ്ങ പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ ഇനി അവർക്ക് വേപ്പില കുമ്പളങ്ങയും കൊടുക്കണം. അപ്പോൾ ഇതൂടെ ഇരിക്കട്ടെ, പൊട്ടിച്ചിങ്ങനെ കൊണ്ടുവരാം. സ്റ്റൂൾ എടുക്കട്ടെ, മുകളിൽ നിന്ന് തന്നെ ഓടിക്കാം, കാരണം ഹൈറ്റ് പോയി തുടങ്ങി. നോക്കിയേ, അപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും വീട്ടിൽ പോകണവരാണ്. അപ്പോൾ അതപ്പോൾ അവർക്ക് ഒരാഴ്ചക്കുള്ള വേപ്പില മതി, പിന്നത്തെ ആഴ്ച പോകുമ്പോൾ അവർ കൊണ്ടുപോകും, അങ്ങനെയായിട്ടാ. ഇനി നമ്മുടെ കുമ്പളയും കൂടി പൊട്ടിച്ച് കഴിഞ്ഞാൽ അവരെ വിടാം. അപ്പോൾ ഇപ്പം തന്നെ നമ്മളെ അവർക്കത് സഞ്ചിയിലാക്കി കൊടുക്കാട്ടോ. ഇവിടെ തന്നെ ആക്കാന്ന് വിചാരിച്ചു.
നമ്മുടെ സിമ്പുട്ടൻ കണ്ടോ പുല്ലിൽ കിടന്ന് നടക്കുന്നുണ്ട്, മോൻ വന്നിട്ടുണ്ടേ. അപ്പോൾ പിന്നെ അവൻ്റെ കൂട്ടായിട്ട് ആൾ ഇറങ്ങിയിരിക്കുന്നു പുറത്തേക്ക്. സിമ്പുട്ടാ 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 നോക്കുന്നുണ്ടോ നോക്കിയവൻ ജാതി പോസായി. മോൻ വന്നപ്പോൾ അവൻ്റെ പിന്നെ അവനുണ്ടല്ലോ. ഡാ സിമ്പുട്ടെ നോക്കി, ഞാൻ ക്യാമറ കൊണ്ടുവരുന്ന മോഹൻ തിരികെ നോക്കിയേ. സിമ്പുട്ടാ നോക്കണു കൂടിയില്ലേ അവൻ. അമ്മയുടെ മക്കൾക്കുള്ളത് കൈകിടുക്കട്ടെ കേട്ടാ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്കുള്ള കോഴിക്കാലാട്ടത്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ വീഡിയോ കാണുന്ന എന്താ പറയുക ചേട്ടനുണ്ട്. അപ്പോൾ അവരാണ് നമുക്ക് കുട്ടിപ്പട്ടാളങ്ങൾക്കുള്ള കാലമാകുമ്പോൾ അവർ നമ്മൾ വിളിക്കും. ആയിട്ടുണ്ട് കേട്ടോ കൊണ്ടേക്കോട്ടാന്ന് പറഞ്ഞിട്ട്. അതാവുമ്പോൾ വിളിക്കും അവർ. അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ കാലമൊക്കെ കഴിക്കുക കഴിഞ്ഞു. കുട്ടിപ്പട്ടാളങ്ങളുടെ കാലമല്ല, കുട്ടിപ്പട്ടാളങ്ങൾക്കുള്ള കോഴിക്കാല്. അപ്പോൾ ഞാൻ പലപ്പോഴും നമ്മുടെ ഈ കോഴിക്കാലമൊക്കെ കഴിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കൂട്ടാ, ഇതൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. അതായത് ഇതേപോലെ കോഴിക്കാല് കഴുകേണ്ടി വരും. അതുമാത്രമല്ല ഇതേപോലെ കുട്ടിപ്പട്ടാളങ്ങൾ ഇങ്ങനെ എത്ര പേര് എൻ്റെ അടുത്തേക്ക് വന്ന് പെടും. ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യം പറയാട്ടാ, ഇവരെ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എങ്ങനെയാണെന്നറിയോ, നമുക്ക് ചില കാര്യങ്ങളിൽ വീഡിയോ പിടിക്കാനേ പറ്റില്ല. നമ്മൾ ഇവരെ കൂടി ഇരിക്കുമ്പോൾ ഇവരെ ചില കളികളൊക്കെ കാണുമ്പോഴേ നമ്മളെന്നെ ചിരിച്ച് ഒരു ലെവലാവും. ഇപ്പോൾ തന്നെ നല്ല ഓടിക്കളിയാണ്. ഇപ്പോൾ ഈ കാലൊന്നും കണ്ടിട്ട് അവർക്ക് വലിയ തിക്കും തിരക്കും ബഹളമൊന്നുമില്ല. വന്നു അവൻ്റെ കുട്ടികൾക്കുള്ള കാലാന്ന് പറഞ്ഞു പിന്നെ അവരെ കാര്യം നോക്കി കളിക്കാൻ പോയി. അങ്ങനെ കുറേ ആർത്തി കാണിക്കുന്ന സ്വഭാവം അതൊക്കെ കുറവായിട്ട് അവർക്ക്. അപ്പം അങ്ങനെ ഇത് കഴിഞ്ഞു. ഞാൻ വീട്ടിൽ പോയിട്ട് വരുമ്പോഴേക്കും നോക്കിയേ, അതായത് പകുതി വരെയൊക്കെയാണ് ഞാനുണ്ടായിരുന്നല്ലോ ഷൈറിൻ്റെ കൂടെ ഇവിടെ പുല്ലൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ. പിന്നെ ഇടയിൽ ഇപ്പോൾ തന്നെ നമ്മൾ പച്ചക്കറി പൊട്ടിച്ച് കൊടുത്തില്ല കുട്ടികൾക്ക്. പിന്നെ അത് കഴിഞ്ഞു. പിന്നെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിലൊക്കെ കഴിഞ്ഞ്, അതായത് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാണ്ടായിരുന്നു. പിന്നെ കോഴികളുടെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലത്തെ. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നോക്കി ഷൈറിൻ്റെ ഇത്രയും ഭാഗം ഇതാ കളച്ചതേ. ഇനി ആകെപ്പാടെ കുറച്ചും കൂടി ഉള്ളൂ ആ ഒരു സൈഡ്. ഈ ഒരു സൈഡൊക്കെ ഇതൊക്കെ പുല്ല് ചെത്തി കൂട്ടിയിട്ടുള്ളതായിട്ടാണ് നോക്കിയേ, കണ്ടോ. അതെ, ഇതൊക്കെ നമ്മൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന പുല്ലുകൾ ചെത്തി കൂട്ടിച്ചായിട്ട് തെങ്ങിൻ്റെ കടക്കിലേക്ക് ആക്കിയിട്ടുള്ളതാണ് ഈ ഭാഗത്തുള്ളത് നോക്കി. പിന്നെ ഇവിടെ കുറേയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ള ഈ പുല്ലുകളൊക്കെ ഞാൻ ഇവിടെ നിന്ന് കുടഞ്ഞ് നേരെ തെങ്ങിൻ്റെ കടക്കിലേക്ക് ഇടണം. അതേപോലെ തന്നെ അവിടെ കുറേ കുഴിയൊക്കെ എടുക്കേണ്ട, ആ കുഴി ഭാഗത്ത് പോയിട്ട് ഇടും. പിന്നെ അതിന് മുകളിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ കുഴിയെ ഒന്ന് മൂടി കിട്ടേ. അങ്ങനെ ഈ അറ്റം വരെ വൃത്തിയാക്കി. അതിൽ ഞാൻ ശരിക്കും ഷൈറിൻ്റെ കൂടെ എനിക്ക് ഒപ്പം നിന്നിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം എന്ന് പറയുന്നത് ഇതാ ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വരെ എനിക്കൊന്ന് ഷൈറിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടാ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഷൈറിന് തന്നെയാണ് ചെയ്തത്. പക്ഷെ അത് ഞങ്ങളൊന്ന് ചെയ്യണമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറേ ദിവസമായി നമ്മളിങ്ങനെ എന്താ പറയുക, ഈ ഒരു ഭാഗം മത്തയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിന്ന് കാട് പിടിച്ചിട്ട് പേടിയാണ്. പേളിക്കുട്ടിയാണെങ്കിൽ പേരുമ്പിക്ക് ആ കാട്ടിലേക്ക് ഓടുക. എനിക്ക് അവളൊപ്പം ഉണ്ട് കേട്ടാ നമ്മുടെ കൂടെ. അവളാണ് മുന്നിൽ. ഏത് കാടിനുള്ളിലേക്ക് ആദ്യം ഇവളെ ഓടിപ്പോവും. അപ്പം നമുക്കൊരു വിഷമമാണ് ഇവളെ ഓടിപ്പോകുമ്പോഴേ. അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, ഇപ്പം ചെത്തിക്കൂട്ടിയിൽ കുറച്ച് വാഴയുടെ ഇതൊക്കെ ഇട്ടിട്ട് ഇവിടെ കത്തിക്കാനിട്ടുണ്ട്. കുറച്ച് വിറകൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ പണി എങ്ങനെയായിരുന്നു ഷൈട്ടാ? നമ്മൾ
ഒന്നീന്ന് തുടങ്ങും. അതന്നെ, ഒന്നിൽ നിന്ന് തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞത് ഇവിടെ വരെ എത്തിയിരിക്കുന്നു. കാരണം ഒന്നിൽ നിന്ന് തുടങ്ങി എന്ന് പറയാൻ കാരണം എന്നിട്ടാണെന്നറിയോ, നമ്മൾ വേനലിൽ നമുക്ക് അത്യാവശ്യം നല്ല പച്ചക്കറികളൊക്കെ നമ്മൾ നട്ടുണ്ടാക്കും. വർഷക്കാലം വരുമ്പോൾ അത് എന്താ പറയുക, ഒന്നുമില്ലാണ്ടാവും. അതിൽ കുറച്ച് പേരൊക്കെയും ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കിട്ടില്ല ഷൈട്ടാ. കുറച്ച് എന്തായാലും ഉണ്ടാവില്ല, നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നതല്ലേ. പറയാലോ, കുറച്ച് എന്തായാലും നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ പൊട്ടിക്കാനൊക്കെ കിട്ടും. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ നിന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം ഓരോ ഭാഗത്ത് ഇതേപോലെ വല്ല മത്തൊക്കെ തന്നെ അങ്ങനെ പടരേണ്ടതാണ്. മത്തേലും കുമ്പളങ്ങയൊക്കെയാലും അതിങ്ങനെ പടർന്ന് വരുമ്പോൾ ആ ഭാഗത്ത് കാട് വരും. അപ്പോൾ നമുക്ക് അവിടുത്തെ പുല്ലൊന്നും വലിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കളഞ്ഞ് ശരിക്കും വൃത്തിയാക്കി എടുത്തു എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് പറയാം ഒന്നിൽ തുടങ്ങി നമ്മളിവിടെ വരെ എത്തിയെന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ ഞങ്ങൾക്കിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാതും ചെയ്യാൻ സുഖമായി. ഇനി വേഗം മണ്ണൊക്കെ ഇങ്ങനെ കൊത്തി ഇളക്കുക, ഓരോന്നൊക്കെ നക്കി കൊടുക്കാം, നല്ല ഭംഗിയിലാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് ആ കാട് അങ്ങനെ കഴിഞ്ഞ് കിട്ടി. വന്നിട്ട് എടുക്കണേ. ഷൂ എൻ്റെ പേലിക്കുട്ടി, നിന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും പേടി. ഇവിടെ എല്ലാ കാട്ടിലും പോയി നോക്കും. നമ്മുടെ ഈ വശത്ത് ഇപ്പോഴും ഉണ്ട് കൊള്ളി. ആ കൊള്ളിയുണ്ട്. കൊള്ളീന് ഇപ്പൊ പക്ഷെ തുരപ്പം മരവന്ന് തുടങ്ങിയില്ല ഷൈട്ടാ. കണ്ട തുരപ്പം തിന്നു തുടങ്ങി. അപ്പൊ എന്താ പറയാ, വെറുതെ വേണമെങ്കിൽ നോക്കാം, ഒരെണ്ണം പറിക്കാം അല്ലേ. തുരപ്പം തിന്നാത്തൊരു കട പറിക്കാം നമുക്ക്. 2 എണ്ണം തുരപ്പം തിന്നിട്ടുണ്ട്. ദേ കണ്ടോ, ഈ ഒരു കടയമ്മ നമുക്ക് തുരപ്പം തിന്നിട്ടുണ്ട്. ഇപ്പുറത്തും കണ്ട ഇതിലും തുരപ്പം തിന്ന് പോയിട്ടുണ്ട്. ഇതൊക്കെ തുരപ്പം തിന്നാ ഇത് ഈ കട പോയി തുരപ്പം തിന്നിട്ട്. അതെന്താണെങ്കിൽ നമ്മൾ ഈ കാട് വൃത്തിയാക്കിയിട്ട് പറിക്കാന്ന് വിചാരിച്ചിട്ടേ കുറേയൊക്കെ നമ്മള് ഇങ്ങനത്തെ പുലിന്റെ ഇടയെന്നൊക്കെ വലിക്കാറുണ്ട്. അങ്ങനെയല്ല, ഇപ്പൊ തൊട്ട് കുറച്ച് നാളായിട്ട് തുരപ്പന്മാരൊന്നും ഉണ്ടാവാറില്ലേ പ്രാവശ്യം. അപ്പൊ അത് കാരണം ഇങ്ങനെ ഇട്ടത്. പിന്നെ ഇവിടെ ഇത്തിരി പുല്ലായിട്ടുള്ളതെന്ന് പറഞ്ഞതാ. അപ്പൊ ശരിക്കും അറിയില്ലായിരുന്നു. ഇത് നോക്കിയോ കാരണം. പക്ഷെ അതിന് അയ്യോ എന്താ പറയാ, 3 എണ്ണുള്ളൂ അല്ലേ ചേട്ടാ. പക്ഷെ ഉള്ളത് നല്ല കൊള്ളി, നല്ല വണ്ണുണ്ട്. ചെറുത് അധികം നീങ്ങളില്ലാന്നുള്ളൂ, പക്ഷെ വണ്ണുണ്ട്. പക്ഷെ എനിക്ക് തോന്നണതില്ലേ ചിലപ്പോൾ കൊള്ളി പോയിട്ടുണ്ട്. ഈ ഭാഗത്ത് കണ്ട് ചേട്ടാ, ഇവിടുത്തെ ഈ ഒരു ഭാഗത്തേക്ക് പോയിട്ടുള്ളതായിട്ടാ. അതായത് ദ്രവിച്ച് പോയിട്ടുണ്ടാവും. അങ്ങനെ പോയിട്ടുള്ളത് ഈ ഒരു സൈഡിലത്തെ. അപ്പോൾ 3 കൊള്ളി ഉള്ളത് നല്ല കൊള്ളി. അല്ല, ഇവിടെ പറിക്കാത്തതിന്റെ കാരണം ഇത് കാരണമാണ്. ഈ മത്ത കാരനാ, മത്തങ്ങ കാരണോ. മത്ത കാരണമുള്ള പ്രശ്നങ്ങള്. പക്ഷെ അതല്ലാണ്ട് അല്ല, അത് വണ്ണം കണ്ട എൻ്റെ കയ്യെത്തില്ലാണ്ട. പകുതിയുള്ളോ, പകുതി എത്തില്ല, അത്രയും വണ്ണുണ്ട് കൊള്ളി. ഇതൊക്കെ നട്ടുകൊടുക്കല്ല ചേട്ടാ നമുക്ക്. ബെസ്റ്റ് തറികളാണേ. അപ്പം അങ്ങനെ. അപ്പം ഞാനിനി പതുക്കെ ഷായറിൻ്റെ കൂടെ കൂടട്ടെ. കുറച്ച് പുല്ലൊക്കെ ഉണ്ട്, അതൊക്കെ വലിച്ച് കുടഞ്ഞ് അവിടെ കുഴികളിലിട്ടെ അല്ലേ ചേട്ടാ. ഇതൊക്കെ അവിടെ വന്നിട്ടോ, തെങ്ങിൻ്റെ ഇടയ്ക്ക് കുറച്ചിടല്ലേ. വേണ്ട, ഇതൊക്കെ കുഴിയാവും. അപ്പൊ അവിടെ തൂർന്നോളൂ ശരിക്കും. അപ്പൊ എന്റെ ചെറിയ ചെറിയ പണികള് ഞാൻ തലയ്ക്ക് തന്നെ ആക്കിയോ. അപ്പൊ കൂടുതലായി പിന്നെ പൊടി ഇടാലോ. നമ്മളിങ്ങനെ കുടഞ്ഞെടുക്കും കണ്ട. അവിടെ ഒരു കുണ്ടാണേ. ആ കുണ്ട ഏതാണ്ട് ഇന്നത്തെ ഈ പുല്ലൊക്കെ ഇടുന്നോട് കൂടി ആവും. പുല്ല് ആ കുണ്ട് തൂർന്ന് കിട്ടും.
നമ്മൾ കണ്ട ഇങ്ങനെ പുല്ലെടുക്കുമ്പോൾ വേണ്ട ഒരു തരി മണ്ണ് ഈ പുല്ലും കടയുമ്പോൾ ഉണ്ടാവില്ല, എല്ലാം അതിൻ്റെ സ്ഥാനത്ത് തന്നെ അവിടെ കൊഴിഞ്ഞു വീഴും. നല്ലൊരു കുഴിയായിരുന്നു ഈ ഒരു ഭാഗം നോക്കിയേ. നമ്മൾ ഈ പുല്ലിട്ടപ്പോൾ കുഴി ഒരു വിധം. ഇനി ഒന്നും കൂടി ഇരിക്കൂട്ടെ, ഇനി ഇടാൻ പറ്റും ഇവിടെ പുല്ല്. പോവാൻ വെറുതെ പേളിക്കുട്ടിയെ കുറേ നേരമായാലും അല്ലേ ഇപ്പോൾ പോവാട്ടാ. അപ്പോൾ നോക്കിയേ ഈ ഒരു ഭാഗത്തെ പുല്ലൊക്കെ നമ്മൾ അങ്ങോട്ട് എടുത്തിട്ടുള്ള കഴിഞ്ഞു. അപ്പം അങ്ങനെ നമ്മുടെ ആ ഒരു ഭാഗം എല്ലാം വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു കായക്കൊലയും കൂടി വെട്ടിയെടുക്കാം. ഇതൊരു കുഞ്ഞൊരു കൊലയായിട്ടാണ് നോക്കി. ഇപ്പുറത്ത് നമ്മൾ കണ്ട ഒരു കായ കൊല കിളികൾക്ക് കൊടുത്തിട്ട് ഇതേ കഴിയാറായി. അപ്പോൾ വെട്ടുകത്തി എടുത്തിട്ടില്ല. അപ്പം ഞാൻ കത്തി കൊണ്ടുവന്നിട്ടുണ്ട്. കത്തി കൊണ്ട് തന്നെ കായകൊല ചാച്ച് വെട്ടാൻ നമുക്ക്, പക്ഷെ അങ്ങനെ വെട്ടാൻ പാടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എപ്പോഴും നമ്മളിങ്ങനെ വെട്ടിയിടണമെന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യം അവിടെ തന്നെ വെട്ടണത് കേട്ടോ. അയ്യോ നമ്മൾ പേളിക്കുട്ടി എന്നുണ്ട് പേടിച്ചപ്പോൾ അയ്യോ അവളങ്ങോട്ട് ഓടി. പൂവനാട്ടത്. പക്ഷെ എനിക്ക് പൂവൻ കായേ നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ വലിയ കൊലകളല്ല ആവാറ്. പക്ഷെ ഇത്ര പോന്ന എന്താ പറയുക പൂവൻ കായ നല്ലത്. ചെറിയ കായ കഴിക്കാൻ ടേസ്റ്റും കൂടും. മറ്റേത് നല്ല വണ്ണം ഉണ്ടാവും, ടേസ്റ്റൊക്കെ ഉണ്ടാവും, പക്ഷെ ഇതൊരു പാകമാണ്. ഇനി എന്തിട്ടാ കൊള്ളിയും കൂടി എടുത്തിട്ട് പോവാം നമുക്ക് വീട്ടിൽ. ഷായിട്ടപ്പോൾ വരുന്നില്ല, ഞാൻ നിർത്തി പോവാട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനുണ്ട് കേട്ടാ. കുമാരി സിന്ധു ഹായ് കുമാരി ചേച്ചി. മായ മോഹൻ ഹായ് മായ ചേച്ചി. ഇനി ഒരു ഫാമിലിക്കാട്ടോ ഹായ് പറയാനുള്ളത്. സുനിതയുടെ ഹസ്ബൻഡ് അനിൽ, അവരുടെ മക്കള് ആച്ചി, മുത്തു. അപ്പം എല്ലാവർക്കും ഹായ്. രാധമ്മ മണ്ണാർക്കാട് ഹായ് രാധമ്മ. ഷീജ ഹായ് ഷീജ. അലിക്ക മലപ്പുറം ഹായ് അലിക്ക. ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോവാട്ടാ. അയ്യോട്ടാ. പിന്നെ നമ്മുടെ യൂണിക് ഫാമിലി 2.0 നമ്മൾ ഈ വട്ടം വയ്ക്കുന്നത് ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ പിന്നെ അത് വയ്ക്കാൻ വേണ്ടി നിന്നു. പിന്നെ ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിക് ഫാമിലി 2.0 പോകണം കേട്ടാ. നല്ല അടിപൊളി ബീഫ് ഫ്രൈ ആട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇല്ലേ ചേട്ടാ? അത് അത്ര രസം എന്ന് പറഞ്ഞാൽ അത്ര രസം. ഇത് നോക്കിയാൽ ചോറൊന്നും വേണ്ട, വെറുതെ ഒരു കട്ട ചായ വെച്ചിരുന്ന് അടിച്ച് ഇതിങ്ങനെ മാരി അടിക്കാം. നോക്കിയാ അത്ര ഭംഗി കാണാൻ തന്നെ. നോക്കിയേ അത് നിർത്തല്ലേ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ കേട്ടാ.